ഒരു കാട്ടിൽ രണ്ട് ചെമ്മരിയാടുകൾ ജീവിച്ചുകൊണ്ടിരുന്നു. മോട്ടു, പത്ലു. പത്ലു വളരെ എനർജിയോടെ ചുറുചുറുക്കോടെ എല്ലാ പണികളും ചെയ്യും. പക്ഷെ മോട്ടു മാത്രം മടിയനായി എപ്പോഴും ഉറങ്ങും. അവർ രണ്ടുപേരോടൊപ്പം ആ കാട്ടിൽ വലിയ ആന, മാൻ, കുരങ്ങൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. വൈകുന്നേരമായാൽ കുരങ്ങൻ മരത്തിലിരുന്നു കൊണ്ട് ദൂരം ദൂരം വരെ നോക്കിക്കൊണ്ടിരിക്കും. എന്തെന്നാൽ സിംഹം രാത്രി സമയത്താണ് വേട്ടയാടാൻ കാട്ടിലേക്ക് വരുന്നത്. എപ്പോഴൊക്കെ ആ സിംഹം അവിടേക്ക് വരുന്നു, അപ്പോഴൊക്കെ കുരങ്ങൻ ബഹളം വയ്ക്കാൻ തുടങ്ങും. ഉടനെ മൃഗങ്ങൾ എല്ലാവരും ആനയെ നോക്കി ഓടിപ്പോകും. സിംഹം വരുമ്പോൾ എല്ലാ മൃഗങ്ങളും ആനയുടെ അടുത്ത് ഇരിക്കുന്നത് കണ്ട് ദൂരെ നിന്ന് അത് കണ്ട് തിരിച്ചു പോകും. ഇതുപോലെ ഓരോരുത്തർ പരസ്പരം സഹായിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം തണുപ്പുകാലത്ത് മോത്ലു, പട്ടു രണ്ടുപേരിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. മോട്ടോ, എപ്പോൾ തൊട്ട് തണുപ്പ് കാലം തുടങ്ങിയോ അപ്പോൾ മുതൽ ഇവിടെ കിടന്ന് ഉറങ്ങാൻ വളരെ കഷ്ടപ്പാടാ. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ അവരവരുടെ വീട്ടിൽ എന്ത് സുഖമായിട്ടാണ് ഉറങ്ങുന്നത്. ഗുഹയിൽ, കൂട്ടിൽ, അല്ലെങ്കിൽ വല്ല മരത്തിൽ. എല്ലാവരും ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിക്കൂടാ? നീ പറയുന്നതൊക്കെ സത്യമാ. എന്നാൽ കിടന്നുറങ്ങാൻ എവിടെ സ്ഥലം നോക്കാനാ? ഒരുപാട് സമയമെടുക്കും. അതൊന്ന് ശരിപ്പെടുത്തി എടുക്കാനും ഒരുപാട് സമയമാകും. അത് കേട്ട് പത്ലു മനസ്സിലാക്കി ഇവന്റെ മടി കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന്. ശരി ചങ്ങാതി, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പോട്ടെ. എന്നാൽ ഞാൻ എനിക്ക് വേണ്ടി ഉറപ്പായും ഒരു സ്ഥലം കണ്ടെത്തും. അങ്ങനെ പറഞ്ഞ് പത്ലു വീടെവിടുന്ന് തേടിക്കൊണ്ടേ പോയി. അവസാനം അതിന്റെ കണ്ണ് ഒരു വലിയ ആൽമരത്തിലേക്ക് പോയി. അതിന്റെ താഴെ ഒരു വലിയ മാളമുണ്ടായിരുന്നു. അത് സന്തോഷത്തോടെ ആ മരത്തിന്റെ മാളത്തിലേക്ക് പോയി. അവിടെ ഒരുപാട് സന്തോഷത്തോടെ ഇരുന്നു. അപ്പൊ അത് ചിന്തിച്ചു, ഇതിനെ നമുക്ക് നമ്മുടെ വീടായി മാറ്റിയാൽ എന്താ എന്ന്. അത് സന്തോഷത്തോടെ മോട്ടുവിനെ അവിടേക്ക് കൊണ്ടുവന്ന് അതിന്റെ വീട് മോട്ടുവിന് കാണിച്ചു. ബദലു ചങ്ങാതി, നിനക്കൊരു നല്ല വീട് കിട്ടിയെന്ന് തോന്നുന്നു. എന്നാൽ ഇതിൽ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും? അയ്യോ, നീ വിഷമിക്കണ്ട മോട്ടോ. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിനക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്താം. മോട്ടുവിന് ഇപ്പോഴും വീട് അന്വേഷിക്കുന്നതിന് വളരെയധികം മടിയായിരുന്നു. അതുകൊണ്ട് അതൊരു ഐഡിയ ആലോചിച്ചു. അടുത്ത ദിവസം മോട്ടു പകലിൽ തന്നെ ബഹളം വെച്ച് ഓടി വന്നു. സിംഹം പകലിൽ വേട്ടയാടാൻ വരുന്നത് പോലെ. സിംഹം ഒരു മൃഗത്തിനെ കൊന്നു എന്നും പറഞ്ഞു. അതിന്റെ ആ ശബ്ദം കേട്ട് ആന, പത്ലു, മാൻ അവിടേക്ക് വന്നു. ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? ആ സിംഹം വൈകുന്നേരം ആ വേട്ടയ്ക്ക് തന്നെ വരുന്നത്. നീ വേറെ വല്ല മൃഗത്തിനെയും കണ്ട് സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ചതാണോ? ഇല്ല ഇല്ല, ഞാൻ സത്യമാ പറഞ്ഞത്. അത് സിംഹം തന്നെയാ. ഒരുപക്ഷെ കുരങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിവരം കണ്ടെത്താമായിരുന്നു. വന്നത് സിംഹം തന്നെയാണോ അല്ലെങ്കിൽ നിനക്ക് തോന്നിയതാണോ എന്ന്. അത് കേട്ടതും മോട്ടു ഒരു ഐഡിയ പറഞ്ഞു. അയ്യോ, ഇതാണ് പരിതാപകരമായ കാര്യം. ആ സിംഹം കൊന്ന് വായിൽ കടിച്ചു പിടിച്ചിരുന്നത് വേറെ ആരെയുമല്ല, നമ്മുടെ എല്ലാവരുടെയും ചങ്ങാതിയായ ആ കുരങ്ങനെയാ. ഇനി നമ്മുടെ ചങ്ങാതി ഒരിക്കലും തിരിച്ചു വരില്ല. ഇത് കേട്ടതും എല്ലാ മൃഗങ്ങളും ഷോക്കായി. നീ പറയുന്നത് പോലെ സിംഹം കുരങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ സിംഹം ഇനി വരുന്നോ ഇല്ലയോ എന്ന് പറയാൻ ഇവിടെ ആരും തന്നെ കാണില്ല. ഇനി മുതൽ നമ്മൾ ഇവിടെ താമസിക്കുന്നത് വളരെ ആപത്താണ്. ആന പറയുന്നത് കേട്ട് എല്ലാ മൃഗങ്ങളും അവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് മോട്ടു, പത്ലു രണ്ടുപേരും ആനയോടൊപ്പം പുറപ്പെട്ടു. വൈകുന്നേരമായി. എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന സ്ഥലം നോക്കി അവിടെ താമസിച്ചു. പത്ലുവും ഒരു മരത്തിനടിയിൽ വളരെ സന്തോഷത്തോടെ ഇരുന്നു. നോക്കു ബദലു, നീ ഇവിടെ സുഖമായി കിടന്നു ഉറങ്ങുവല്ലേ? ഞാനും ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ച് ഉറങ്ങാൻ പോകുക. നാളെ നീ ഒരിടത്തേക്കും പോകരുത്. ഞാൻ ഇവിടെ വന്ന് നിന്നെ കണ്ടോളാം. ശരി മോട്ടോ. അങ്ങനെ പറഞ്ഞ് മോട്ടു അവിടുന്ന് പുറപ്പെട്ടു. അത് കഴിഞ്ഞ് പട്ലുവിന്റെ അതേ വീട്ടിൽ ചെന്ന് അവൻ സന്തോഷത്തോടെ ഇരുന്നു. ഇപ്പൊ കുരങ്ങന്റെ പണി സമയം വന്ന ഉടനെ അത് മരത്തിൽ കയറി എല്ലാം നോക്കാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടു, കാട്ടിലുള്ള ഏത് മൃഗവും അപ്പോ അവിടെയില്ല.
അപ്പൊ അതേ സമയത്ത് സിംഹം അതിന്റെ അടുത്തേക്ക് വന്നത് കണ്ടതും അയ്യോ, സിംഹം എവിടേക്ക് വരുന്നു? എന്നാൽ പെട്ടെന്ന് എല്ലാവരും ഇത് എവിടേക്ക് പോയി? അപ്പൊ അതിന്റെ കണ്ണ് തറയിൽ നടക്കുന്ന മോട്ടുവിനടുത്ത് പോയി. അപ്പൊ അത് പറഞ്ഞു, മോട്ടു, വേഗം ഓടിപ്പോയി ഒളിച്ചിരിക്ക്, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിക്കോ. സിംഹം അതാ നിന്റെ അടുത്തേക്ക് തന്നെ വരുന്നു. അത് കേട്ട് മോട്ടു പേടിച്ചു. കുറച്ചു ദൂരത്തിൽ സിംഹം അതിനെ നോക്കി വരുന്നത് അത് ശ്രദ്ധിച്ചു. അത് വേഗം പോയി ആൽമരത്തിന്റെ മാളത്തിൽ ചെന്നൊളിച്ചു. അതിനുശേഷം സിംഹവും ആ ആൽമരമാളത്തിൽ പോകാൻ ശ്രമിച്ചു. പക്ഷേ മരത്തിന്റെ മാളം അത്ര വലുതല്ല. സിംഹത്തിന് അതിനുള്ളിൽ പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് മോട്ടുവിന് വേണ്ടി കാത്തിരുന്നു. മോട്ടു സിംഹത്തിനെ കണ്ട് വല്ലാതെ പേടിച്ചു. ഒരുപാട് ഉറക്കി സഹായിക്കുമെന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അപ്പോ കുരങ്ങൻ കണ്ടു, മരത്തിന്റെ മാളത്തിൽ നിന്ന് മോട്ടുവിന്റെ ബഹളം കേട്ടു. പിന്നെ സിംഹം ആ മരത്തിന് പുറത്തിരുന്ന് മോട്ടുവിന് വേണ്ടി കാത്തിരുന്നു. അതിപ്പോ താമസിക്കാതെ മറ്റു മൃഗങ്ങൾ എവിടെയെന്ന് തേടാൻ ആരംഭിച്ചു. ഒരുപാട് നേരത്തിന് ശേഷം പത്ലു അതിന്റെ കാഴ്ചയിൽപ്പെട്ടു. അത് കഴിഞ്ഞ് പത്ലു കുരങ്ങനെ എല്ലാവരുടെ അടുത്തും കൊണ്ടുവന്നു. അത് ജീവനോടെയുള്ളത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു. പിന്നെ ഷോക്കായി. ഇപ്പുറത്ത് ആൽമരമാളത്തിൽ പെട്ടുപോയ മോട്ടു ചിന്തിച്ചുകൊണ്ടിരുന്നു, ഒരുപക്ഷെ ഞാൻ എല്ലാ മൃഗങ്ങളെയും ഇവിടുന്ന് ഞാൻ പറഞ്ഞയച്ചിരുന്നില്ലെങ്കിൽ ഇന്നീ പ്രശ്നം തന്നെ വരില്ലായിരുന്നു എന്ന്. കുറച്ചു നേരത്തിന് ശേഷം തറയെല്ലാം നടുങ്ങാൻ തുടങ്ങി. മോട്ടുവിന് നന്നായി മനസ്സിലായി ഇത് എന്തായാലും ആനോടി വരുന്ന ശബ്ദമാണെന്ന്. അപ്പോ സിംഹം കണ്ടു ആന, മാൻ, കുരങ്ങൻ, പത്ലു ഇവർ 3 പേരെയും വിളിച്ച് വേഗം അതിനെ നോക്കിയാണ് വന്നതെന്ന്. ആന അടുത്തു വന്ന് സിംഹത്തിന് ഒരു അടി കൊടുത്തു. സിംഹം ദൂരെ ചെന്ന് വീണു. അത് കഴിഞ്ഞ് എല്ലാ മൃഗങ്ങളെയും ഒരുമിച്ച് കണ്ടതിൽ സിംഹം വളരെ പേടിച്ചു പോയി അവിടെ നിന്ന് ഓടിപ്പോയി. അത് കഴിഞ്ഞ് മോട്ടു വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അത് കഴിഞ്ഞ് പട്ലുവും കൂടി അവിടെയുള്ള എല്ലാ മൃഗങ്ങളും ഒരുപാട് ദേഷ്യത്തോടെ മോട്ടുവിനെ തന്നെ നോക്കി നിന്നു. മോട്ടു, നീ പറയുന്നോ ഇല്ലയോ? എന്തിനാ നീ വെറുതെ കള്ളം പറഞ്ഞ് ഞങ്ങളെ ഇവിടെ നിന്നും തുരത്താൻ നോക്കിയത്? അത് കേട്ടു മോട്ടു എല്ലാവരോടും സത്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ എന്നെ കൊന്നു തിന്നിരുന്നേനെ. ഞാൻ ചെയ്ത തെറ്റു കാരണം ഞാൻ ഈ വീട്ടിൽ തന്നെ ചത്തുപോയേനെ. ഞാൻ വാക്ക് തരുന്നു, ഇനി മുതൽ ഞാനൊരു മടിയനായി പെരുമാറില്ല. എനിക്ക് വേണ്ടി ഞാൻ ആരോടും കള്ളം പറയുകയേയില്ല. ശരി മോട്ടു, നിനക്ക് ഈ മടി ഉപേക്ഷിച്ച് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നോട് ക്ഷമിക്കാം. ഈ വീട് നിന്റേത് മാത്രമാ ബദലു. നിന്റെ വീട്ടിൽ നീ തന്നെ താമസിച്ചോളൂ. ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഒരു പുതിയ വീട് കണ്ടെത്താം. അത് കേട്ടതും അവിടെ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷിച്ചു. ആ നാൾക്കു ശേഷം അവരെല്ലാവരും അവിടെ തന്നെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു.